നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അറബ് ഐക്യം, സുരക്ഷ, സമാധാനം എന്നിവ സൗദിയുടെ പ്രഥമ പരിഗണനയിലുള്ള വിഷയമായി തുടരുമെന്ന് സൗദി മന്ത്രിസഭ പ്രഖ്യാപിക്കുകയുണ്ടായി. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ഓൺലൈനിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് സൗദിയുടെ നയം ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും സന്ധ്യയായതിനു തൊട്ട് പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷം ഉരുവായ സാഹചര്യത്തിലാണ് സൽമാൻ രാജാവിന്റെ ഈ പ്രഖ്യാപനം നിർണായകമാകുന്നത്. അറബ് ലീഗ് വിദേശമന്ത്രിമാരുടെ 154ാമത് സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിസഭയുടെ പ്രഖ്യാപനം. മധ്യപൗരസ്ത്യ മേഖലയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന അറബ് രാഷ്ട്രങ്ങളുടെ മേധാവിത്വത്തെ ബാധിക്കുന്ന എല്ലാ ഭീഷണികളെയും സൗദി തള്ളിക്കളയുന്നു. അറബ് രാഷ്ട്രങ്ങളുടെ ഭൂപ്രദേശം സംരക്ഷിക്കുന്നതും സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതും സൗദിയുടെ മുന്തിയ പരിഗണനയിലുള്ള വിഷയങ്ങളായി മാറിയിരിക്കുന്നു. ഫലസ്തീൻ പ്രശ്നം ഇതിൽ പ്രഥമ പരിഗണന അർഹിക്കുന്നതാണ്. ഫലസ്തീൻ ജനത നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നീതിയുക്തമായ സമ്പൂർണ്ണ പരിഹാരം ലഭിക്കേണ്ടതുണ്ട്. 1967 അതിർത്തിയിൽ ജെറുസലേം തലസ്ഥാനമായ ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരണം. ഫലസ്തീൻ സമാധാനത്തിന് നിലവിൽ വന്ന അന്താരാഷ്ട്ര കരാറുകൾ പാലിക്കപ്പെടണമെന്നും മന്ത്രിസഭ ആവശ്യപ്പെടുകയും ചെയ്തു. G20 ഉച്ചകോടിയിൽ സൗദി അധ്യക്ഷത വഹിക്കുന്നതിന്റെ മുന്നോടിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ വിവിധ രാഷ്ട്ര നേതാക്കളുമായി സൽമാൻ രാജാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ നയതന്ത്ര സംഭാഷണങ്ങൾ മന്ത്രിസഭ വിലയിരുത്തുകയും ചെയ്തു. ചെങ്കടൽ ടൂറിസത്തിന് പ്രത്യേക സഭ രൂപവൽക്കരിക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തു. COVID-19 ലോക സാമ്പത്തിക മേഖലയ്ക്ക് വരുത്തിയ പ്രതിസന്ധിയെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും മന്ത്രിസഭ ചർച്ച ചെയ്യുകയുണ്ടായി. G20 ഉച്ചകോടി ഇത്തരം പ്രതിസന്ധിയെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രിസഭയിൽ അഭിപ്രായം വന്നതായും വാർത്താവിനിമയ മന്ത്രാലയ ചുമതലയുള്ള ഡോക്ടർ മാജിദ് അൽ കസബി വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.